ലിജോ റോളൻസ് ആയിരുന്നു. കൊല്ലത്ത് ഹണി തോറ്റിരിക്കുന്നു, മേയർ ഹണി ബെഞ്ചമിൻ തോറ്റിരിക്കുന്നു. ലിജോ, എന്താണ് കൊല്ലത്ത് നടക്കുന്നത്? കൊല്ലത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളത് പാർട്ടിക്കാരടുത്ത് പോലും വ്യക്തമല്ല. ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും ഇളകില്ല എന്ന് LDF നേതാക്കൾ, CPM നേതാക്കൾ എപ്പോഴും പറഞ്ഞിരിക്കുന്ന കൊല്ലം ഇതാ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ ഫലം വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഈ വാർഡുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 18 അവിടെ 12 ഇടത്ത് UDF വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് UDFന്റെ വിജയം 12 ഇടത്ത് സുനിശ്ചിതമായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 3 ഇടത്ത് മാത്രമാണ് LDFന് വിജയിക്കാൻ കഴിഞ്ഞത്. NDA 4 ഇടത്ത്, അതായത് ഒരിടത്ത് വിജയിച്ചു, ഒരിടത്തിന് ഒരു ബൂത്ത് മാത്രമുള്ളപ്പോൾ 800 വോട്ടിന് മുകളിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിലെ മേയർ ഹണി ബെഞ്ചമിൻ, അതായത് ഏറ്റവും അധികം തവണ മേയർ എന്നുള്ള പദത്തിൽ റെക്കോർഡിട്ട ഹണി ബെഞ്ചമിൻ പരാജയം നുകരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDFന്റെ സിറ്റിംഗ് കൗൺസിലർ ആയിട്ടുള്ള കുരുവിള ജോസഫിനോടാണ്, അതായത് ഒരു ജനറൽ വാർഡ് CPI ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തി ആ മത്സരത്തിന് തയ്യാറായി. പക്ഷെ അവിടെ ഒരു പരാജയം നുകരുന്നു. ഇനി എണ്ണാനുള്ളത് 500-ൽ താഴെ വോട്ട് മാത്രമാണ്. ഇപ്പോൾ തന്നെ 325, അതായത് അവസാന ഫലപ്രഖ്യാപനം ഇപ്പോൾ പുറത്തേക്ക് വരും. പക്ഷെ പോളിംഗ് ഏജന്റുമാർ അക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇനി അവിടെ ആകെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് 500-ൽ താഴെ വോട്ട് മാത്രമാണ്. ഇപ്പോൾ കുരുവിള ജോസഫ് തന്നെ നമ്മോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി ഇപ്പോൾ ഒന്നി തീർന്നിട്ടുണ്ട്. ഈ ഫലപ്രഖ്യാപനം മാത്രമേ വരാനുള്ളൂ. മേയറെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ശരി, ലിജോ റോളൻസ് ആണ്. ലിജോ, ആരോടാണ് സംസാരിക്കുന്നത്? ഇതാണ്, അതായത് മേയർ ഹണി ബെഞ്ചമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്ന UDF സ്ഥാനാർത്ഥിയോടാണ് സംസാരിക്കുന്നത്. വടക്കൻ ഡിവിഷനിലെ മുഴുവൻ ജനങ്ങൾക്ക് ഞാൻ ആദ്യം UDFന് വേണ്ടി വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതിശക്തമായ ഒരു മത്സരമായിരുന്നു. പണാധിപത്യവും അധികാര ദുർവിനിയോഗം എല്ലാം അതിജീവിച്ചാണ് ആ ഡിവിഷനിൽ വിജയിക്കാൻ സാധിച്ചത്. സംസ്ഥാനത്തൊട്ടാകെ ഒരു വലിയൊരു ട്രെൻഡ് ഉണ്ടാകുമ്പോഴും കൊല്ലം അത്തരത്തിൽ പോകില്ല. അവിടെ ഹണി ബെഞ്ചമിനെ പരാജയപ്പെടുത്തിയ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പ്രതികരണമാണ് കണ്ടത്.